വെൽക്കം ടു കൊക്കോ ബാസ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് കുറേ താങ്ക് യു ഉണ്ട്. 118 സബ്സ്ക്രൈബേഴ്സ് തന്നെയായി. അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം, കാലും പിടിക്കും പ്ലീസ് പ്ലീസ്. അപ്പം പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഹെയർ സ്റ്റൈൽസിനെ പറ്റി നിങ്ങൾക്ക് കണ്ടറിയാം. മുള്ളറ്റ് ഹെയർ സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് ചെറിയ വിജയുടെ ഹെയർ സ്റ്റൈലുണ്ട്. നമ്മുടെ വിജയുടെ ഹെയർ സ്റ്റൈലാവുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും തുടങ്ങാം. ഇതൊരു ഹെയർ സ്റ്റൈലാ. ഇതൊരു ഹെയർ സ്റ്റൈലാ. ഇതും ഒരു ഹെയർ സ്റ്റൈലാ. ഹെയർ സ്റ്റൈലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, നമ്മളൊരു റീലാക്കാൻ മാക്സിമം നോക്കുന്നുണ്ട്. മതി. ഇത് മറ്റേ നമ്മുടെ തളപതി വിജയുടെ മാട്ട എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഗോട്ട് ഇറങ്ങിയില്ല. ഗോട്ട് എല്ലാവരും പോയി കാണണം, നല്ല പടം. പക്ഷെ മോശം റിവ്യൂ, എനിക്ക് ഇഷ്ടമല്ല. ഇമാതിരി കൂതറയെന്ന് പറയാൻ പറ്റില്ല. വിജയ് അഭിനയിച്ചുകൊണ്ട് മാത്രം അടിപൊളിയെന്ന് പറയുന്നു. വേറെ ഏതെങ്കിലും പൊട്ടന്മാർ അഭിനയിച്ചെങ്കിൽ അടിപൊളിയാണെന്ന് അറിയില്ല. അല്ലാണ്ട് പറഞ്ഞാൽ ഇവരാണെങ്കിൽ ഉണ്ടല്ലോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് കയറ്റി. ഈ വിജയ് തന്നെ മതി. നിങ്ങൾ തന്നെ അറിയാം. മെർസലൊക്കെ വിജയ് ഒറ്റയ്ക്ക് അഭിനയിച്ചിട്ടല്ലേ അടിപൊളിയായത്. പക്ഷേ മെർസലിൽ ത്രിബിളിനോടൊക്കെ അത് പക്ഷേ സൂപ്പർ ഹിറ്റായി. ഓക്കെ, ലിയോ ഇതിനകത്തൊക്കെ ഇതാണല്ലോ, ഒരു ഡബിൾ റോളല്ലല്ലോ, 1 റോളല്ലേ. അത് പിന്നുണ്ടല്ലോ മോൻ്റെ കാര്യം ഇതിനെടുത്ത് കാണിക്കണ്ട. ചുമ്മാ എല്ലാം എടുത്ത് കുത്തി കയറ്റി കുറേ വേണ്ടത്. പലർക്കും ഇഷ്ടാവാത്ത അതിൻ്റെ മ്യൂസിക്കാണ്. പിന്നെ മോൻ വിജയ്ക്ക് വിജയ് തന്നെ ആവേണ്ട കുഴപ്പമില്ല. വിജയുടെ ഒരു +2 കാലമൊക്കെ മതി. അതും മതി. അതാണ് ഈ നല്ല കാച്ചായിരുന്നേനെ. ഇത് ചുമ്മാ എല്ലാ കാര്യങ്ങളും കുത്തിക്കയറ്റി വെച്ച് 3 മണിക്കൂറിനകത്തുള്ള സമയമുണ്ട് കയ്യിൽ. അതിന് എനിക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാ. പക്ഷേ പോയി നോക്കിയപ്പോഴാണ് വമ്പം ഫ്ലോപ്പ്. എനിക്കിഷ്ടമായില്ല. പക്ഷെ നല്ല അവെഞ്ചറൊക്കെ ഉള്ള പടമാണ്. അവെഞ്ചറെന്ന് വെച്ചാൽ അവെഞ്ചർ ഫൈറ്റിംഗ് സൂപ്പർ ഹീറോ അല്ല, നല്ല ഹിറ്റ്, മാക്സിമം ഹിറ്റൊക്കെ ഉണ്ടതാ. നല്ല സിനിമയാണ്. പക്ഷേ റിവ്യൂ ഞാൻ മോശമാണ്. ഇത്തിരി മീഡിയം. ഒരു സൈഡ് നല്ലത്, ഒരു സൈഡ് മോശം. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഇതിൽ മറ്റേ വിസിൽ പോഡ് ആ പാട്ടൊക്കെ നന്നായിരുന്നു. ചുമ്മാ ഞാൻ പറയുന്നതൊക്കെ ആ മോൻ ആക്സിഡൻ്റായി കാര്യമൊക്കെ വെച്ച് പിന്നെ കുട്ടികളെ വിരലും മുട്ടിക്കുന്നതോ വേദനിപ്പിക്കുന്ന ആ തെങ്ങും പിച്ചെടുക്കുന്നതോ ആ തെങ്ങും എനിക്കിഷ്ടമായില്ല. ആ സീൻസൊന്നും ഇഷ്ടമായില്ല. ചുമ്മാ ഒരു സീൻസെല്ലാം കുത്തി കയറ്റി വെച്ചേക്കുവാണ്. ഇപ്പം നിങ്ങളൊരു നോട്ടോ എക്സാം എഴുതാമെന്ന് വിചാരിക്കും. അപ്പം ആ നോട്ടോ എക്സാം എഴുതുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടത്രയും ചുമ്മാ എല്ലാം ഒന്ന് ചുമ്മാ വേഗം സ്പീഡിൽ ആൻസറൊന്നും നോക്കാതെ വേഗം സ്പീഡിൽ എഴുതിയാൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതൂലേ. ചുമ്മാ എല്ലാം കുത്തിക്കയറ്റി എല്ലാം നോക്കാതെ. ഈ സിനിമ അതുപോലെ ചെയ്തേ. ആ എക്സാമ്പിൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, എന്നിട്ട് ആ സിനിമ പോയി കാണുക. ഇല്ലെങ്കിൽ അങ്ങനെയല്ല, സിനിമ പോയി കണ്ടിട്ട് ഈ എക്സാമ്പിളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇതൊരു ഷോർട്ട് വീഡിയോ ആക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ
റിവ്യൂവും കൂടി പറഞ്ഞു പോയി. ഇനി എൻ്റെ അവസ്ഥ. ബൈ. സൈനിങ് ഔട്ട്. കുക്കുബാ. പിന്നെ വിജയ് ഫാനാണ് മറക്കണ്ട, എല്ലാവരും കോട്ട് ചെയ്യും. കാണാൻ പോണ പക്ഷേ ഇത്തിരി മോശം റിവ്യൂ ആണ്. ബൈ ബൈ.